ദ്വാരപാലക പൂജയുടെ ഭാഗമായി നടൻ ജയറാമിന്റെ അടക്കം മൊഴിയെടുക്കുമെന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഇനി എങ്ങനെ പോകണമെന്ന് CPM നേതാവ് അഴിക്കുള്ളിലായ പത്മകുമാർ തീരുമാനിക്കും. കാരണം ഇതുവരെ അറസ്റ്റിലായ എല്ലാ പ്രതികളും പ്രമുഖരാണെങ്കിലും വാസുവിന്റെയും പത്മകുമാറിന്റെയും അറസ്റ്റോടെ എല്ലാം തകിടം മറഞ്ഞിരിക്കുകയാണ്. അതായത് പത്മകുമാറാണ് വലിയ നേതാവും മുൻ MLA ഒക്കെ ആയിരുന്നത് എങ്കിലും വാസുവിനെയാണ് പിണറായിക്കും മറ്റു ഉന്നതർക്കുമെല്ലാം അധികം ഇഷ്ടം. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ തള്ളിപ്പറയാനും വാസുവിനെ സ്നേഹിക്കാനും പാർട്ടി നേതൃത്വം തുടങ്ങിയിരിക്കുന്നു എന്ന സത്യം മനസ്സിലായതോടെയാണ് പത്മകുമാർ നീക്കം കടുപ്പിച്ചത്. താൻ മാത്രമല്ല പാർട്ടിക്കുള്ളിൽ നിന്നും കിട്ടിയ സഹായവും നിർദ്ദേശവും എല്ലാം തുറന്നു പറഞ്ഞ് പ്രമുഖരെയെല്ലാം തന്നോടൊപ്പം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന ഏറ്റവും അപകടകരമായ രീതിയിലേക്ക് പാർട്ടിയെ എത്തിച്ചിരിക്കുകയാണ് പത്മകുമാർ. എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അറസ്റ്റിലായ ശേഷം പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നത് വലിയ സൂചനകൾ തന്നെയാണ്. ശബരിമലയിൽ സ്പോൺസറാകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം സമീപിച്ചു. അത് നടത്തിക്കൊടുത്തത് മന്ത്രിയാണ് എന്നാണ് പത്മകുമാറിന്റെ മൊഴി. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാക്കാൻ തീരുമാനിച്ച അന്വേഷണ സംഘം തിങ്കളാഴ്ച പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും. അതോടെ എല്ലാം തുറന്നു പറയാൻ തയ്യാറായി നിൽക്കുകയാണ് പത്മകുമാർ. കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട രേഖകൾ SIT കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ സ്വർണ്ണമോഷണത്തിന്റെ ഏകദേശ രൂപം സംഘത്തിന് കിട്ടി. ഇതുപ്രകാരം പല മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖരെയാണ് ചോദ്യം ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി പത്മകുമാർ നടത്തിയ ഇടപെടലിൽ നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാണ്. പല ഓഫീസുകളിലും ഉദ്യോഗസ്ഥരെ പത്മകുമാർ സ്വാധീനിച്ചു എന്നാണ് വാസുവിന്റെയും മൊഴി. വാസു എന്ന ദേവസ്വം ബോർഡ് കമ്മീഷണർ പത്മകുമാറിന് അള്ളുവെച്ചതോടെ കുടുങ്ങിയത് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനാണ്. മന്ത്രി തന്നെ അഴിച്ചുകൊടുത്ത സ്വർണ്ണപ്പാളിയുമായി, അതായത് ശ്രീകോവിലിലെ വാതിലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വിവിധ സ്ഥലങ്ങളിൽ പൂജ നടത്തിയെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. പൂജയുടെ ഭാഗമായ നടൻ ജയറാം അടക്കമുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും SIT ചോദ്യം ചെയ്തേക്കും. കട്ടിളപ്പാളികൾ പോറ്റിക്ക് കൈമാറണമെന്ന കാര്യം പരിശോധിക്കാൻ സർക്കാരും ആവശ്യപ്പെട്ടെന്ന പത്മകുമാറിന്റെ മൊഴിയാണ് കടകംപള്ളിക്ക് കുരുക്കാകുന്നത്. പോറ്റിക്ക് പാളികൾ കൈമാറാൻ പത്മകുമാർ ദേവസ്വം മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടയിൽ ചെമ്പുപാളികൾ എന്ന് എഴുതി ചേർത്തെന്നാണ് SITയുടെ നിർണായക കണ്ടെത്തൽ വന്നിരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രം, എല്ലാം അറിഞ്ഞു നടത്തിയ തട്ടിപ്പ് തന്നെയാണ് ഇത്. അതിൽ ഏറ്റവും വലിയ കള്ളനാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഒരു മത്സരം നടക്കുന്നത്. വാസുവും പത്മകുമാറും നിൽക്കുമ്പോൾ സർക്കാരും മുഖ്യമന്ത്രി പിണറായിയും മന്ത്രിമാരും എല്ലാം വാസുവിന്റെ ആളുകളാണ്. അതിനിയും തുടർന്ന് തന്നെ പോയാൽ എല്ലാം തുറന്നു പറയുന്നതോടൊപ്പം മുഖ്യമന്ത്രിയുടേതടക്കം പേര് പറഞ്ഞ് ഒരുമിച്ചകത്ത് കിടക്കാനുള്ള സാധ്യതയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും വലിയ കള്ളൻ ആരാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഒരു മത്സരം നടക്കുന്നത്.